ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം രാവിലെ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം അതാണ് മെയിൻ. വേറൊന്നുമല്ല, ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി ചൂടാണ് കേട്ടോ. കാര്യം രാവിലെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഒരു ചൂട് ഫീൽ ചെയ്യില്ല. കുക്ക് ചെയ്യുന്നതിൻ്റെ ചൂടും നമുക്ക് അല്ലാണ്ട് സൂര്യൻ്റെ ചൂടും എല്ലാം കൂടെ ഒരു അൺസഹിക്കബിളായിട്ട് നമുക്ക് തോന്നും. എ സി കൊണ്ടോ ഫാൻ കൊണ്ടോ ഒന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ലഞ്ചിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും, എന്തുണ്ടാക്കണം എന്നുള്ളത്. അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വൈകുന്നേരം കിടക്കാറ്. അതാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു എന്തുണ്ടാക്കണം എന്നിങ്ങനെ ചിന്തിച്ച് സമയം കളയാതെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പടപടാന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പുട്ട് ആക്ച്വലി എനിക്ക് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അല്ലാണ്ട് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പുട്ടൊരു സുഖമില്ല. അപ്പം മുട്ടക്കറിക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളും മുട്ട ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുട്ടക്കറി ഒരു സൈഡിൽ കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പം അടിപൊളി പുട്ടും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം നല്ല പുട്ടും ആ മുട്ടക്കറിയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.